One, two, three, and... വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെപ്പുവിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പം ഞാനിവിടെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേക്കെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബർത്ത്ഡേ ബോയിനെ കാണാം. പിന്നെ നമ്മൾ ചെറിയൊരു സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ 3 ആളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഷെപ്പുവിന് ഇന്നലെ ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. ചെറിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി. അതിൻ്റെ വീഡിയോ ഞാനിതിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും താത്താനെ എല്ലാവരും വിളിച്ചു. പക്ഷേ ആർക്കും ഒന്നും വരാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവർക്കും ഓരോരോ തിരക്കുകളായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു ദിവസം അവരെല്ലാവരും വരും. അപ്പോൾ കാണിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ പുറത്ത് ലഞ്ചിന് വേണ്ടിയിട്ട് പുറത്ത് പോകാൻ കേട്ടോ. കേക്ക് കട്ടിങ് മാത്രമേ ഇപ്പോൾ ഇവിടെ നിന്നുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനി കാലിക്കറ്റ് നമ്മൾ പിന്നെ ഉമ്മാനെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഉമ്മാക്ക് താല്പര്യമില്ല കേട്ടോ വീഡിയോയിൽ അങ്ങനെ നിൽക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ നിൽക്കും, പക്ഷെ എപ്പോഴും അങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോകലൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് സിറ്റി പോയിട്ട് വരുന്നല്ലാതെ പോകലില്ല. വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മളിവിടെയുള്ള ആനക്കുളത്തുള്ള ടെൻഡർ കോക്കനട്ട് ഷേക്ക്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് ഷേക്ക് കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുത്തെ ഷേക്കിനെ പറ്റി ഇനി ഞാൻ പറയേണ്ടതൊന്നുമില്ലല്ലോ. അടിപൊളി ഷേക്കാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വ്ളോഗിലും ഉണ്ടാവും മിക്കവാറും ഈ സ്ഥലം. വെയിലടിച്ചിട്ട് എന്തെല്ലോ ഒരു ഷെയ്ഡാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്കാണ് കേട്ടോ വന്നത്. ബീച്ചിലിട്ടപ്പോൾ ഭയങ്കര വെയിലിട്ടോ, രക്ഷയില്ല, ഇറങ്ങാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തായാലും ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വരാം, അപ്പോഴേക്കും വെയിലൊന്നും ആറുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സൂഫി മന്ദിലേക്ക് പോവാണ് കേട്ടോ. അവിടെ നിന്നാണ് അപ്പോൾ ലഞ്ച് കഴിക്കുന്നത്. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് നമ്മളാണ് വന്നത്, ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ട്, നമ്മൾ മാത്രം പുറത്താണ് കേട്ടോ. സാരി കൊടുത്തിട്ട് ഫുഡ് കഴിക്കുന്നത് കുറച്ച് ടഫാണ് കേട്ടോ ഗൈസ്. അത്ര സിമ്പിളായൊരു കാര്യമൊന്നുമല്ല, അത് ഇന്നലെയൊക്കെ മനസ്സിലായിട്ടാണ്. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് ഇറങ്ങിയില്ല, കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മെയിൻ ബീച്ചിലെ അവസ്ഥ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇറങ്ങാനും പറ്റുന്നില്ല, പാർക്കിങ്ങും ഇല്ല. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം ഇറങ്ങി നടക്കാനായിട്ടുള്ളൊരു ഇതില്ല കേട്ടോ. ടയേർഡാണ്. സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പോയിട്ട് ഇന്നലെ രാത്രിയിലത്തെ സർപ്രൈസ് കണ്ടിട്ടില്ല കേട്ടോ. ഇതിൽ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ ഇക്കാക്ക് അറിയാതെ കേക്ക് വാങ്ങുക, ഗിഫ്റ്റ് വാങ്ങുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ പ്രാവശ്യം മാത്രം എനിക്കത് പറ്റിയില്ല കേട്ടോ. പിന്നെ പുള്ളിക്ക് ഇഷ്ടം ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാം അറിഞ്ഞ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ എനിക്ക് ഞാൻ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുക, അതിനോടാണ് എനിക്ക് കൂടുതൽ ഒരു ത്രില്ലൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു 12 AM ആയപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഗിഫ്റ്റ് പാക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ആരെങ്കിലും മുന്നിൽ തന്നെ ഭയങ്കര ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് കൊടുക്കാൻ വിടൂല എന്ന് പറയുന്ന കുട്ടീൻ്റെ പുറകെ നടക്കുന്നു.
അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു കവറിലിട്ട് അങ്ങനെ കൊടുക്കുമായിരുന്നു. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് 3 ഷർട്ടാണ്. അതിലൊരു ഷർട്ടാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതായിരിക്കും കേട്ടോ ആളെ ഫേവറേറ്റ്. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ തന്നെ കൊടുത്തു. അപ്പോൾ അത് നൈറ്റ് ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കൊടുത്തു. ബാക്കി 2 ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ തന്നെ എടുത്തതാണ് കേട്ടോ. ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. ആളെടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ചില കളേഴ്സ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഡിന്നറൊക്കെ കഴിക്കണം. പിന്നെ എന്താ ബീച്ചിൽ തിരക്ക് എപ്പോഴും കുറഞ്ഞിട്ടില്ല കേട്ടോ. രാത്രി ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടും തിരക്ക് ഇതേപോലെ തന്നെ ഉണ്ട്. നല്ല തിരക്കാണ്, കയറാനും പറ്റുന്നില്ല അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ ഒരു ഗീ റോസ്റ്റാണ് കേട്ടോ കഴിച്ചത്. കാരണം ഉച്ചയ്ക്ക് കഴിച്ച എന്താ മന്തി ഇപ്പോഴും ആയിട്ട് കിടക്കുന്ന കൂട്ടാണ്, ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗീ റോസ്റ്റാണ് കഴിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.